ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈകൾക്ക് കൂടുതൽ കരുത്തു പകർന്ന ബി.ജെ.പിക്ക് വൻ മുന്നേറ്റം. പ്രതിപക്ഷ നിരയെ അപ്പാടെ അമ്പരപ്പിച്ചുകൊണ്ട് ബംഗാളിൽ നിന്നുള്ള 20 തൃണമൂൽ എംപിമാർ ഒന്നിച്ച് എൻ.ഡി.എ പാളയത്തിലെത്തിയിരിക്കുന്നു. രാജ്യത്തിന്റെ വികസനത്തിന് സ്ഥിരതയുള്ള ഒരു ഭരണകൂടം അത്യാവശ്യമാണെന്ന് തെളിയിക്കുന്ന വലിയൊരു രാഷ്ട്രീയ ഏകീകരണത്തിനാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ലോക്സഭയിൽ തൃണമൂൽ കോൺഗ്രസിനുണ്ടായിരുന്ന 28 എംപിമാരിൽ 20 പേരും ഒന്നിച്ച് നാഷണൽ സിറ്റിസൺസ് പാർട്ടിയിൽ ലയിച്ചതായി സ്പീക്കർ ഓം ബിർളയ്ക്ക് ഔദ്യോഗികമായി കത്ത് നൽകി. മുൻനിര നേതാക്കളായിട്ടുള്ള കഗോലി ഘോഷ് ദസ്തിദാറും സുദീപ് ബന്ദോപാധ്യായയും നയിക്കുന്ന ഈ 20 അംഗ സംഘം ഇനി പാർലമെന്റിൽ പ്രത്യേക ബ്ലോക്കായിരിക്കും. തങ്ങൾക്ക് 3-2 ഭൂരിപക്ഷം ഉണ്ടെന്നും ഇനി നരേന്ദ്രമോദിയുടെ ശക്തമായിട്ടുള്ള നേതൃത്വത്തിന് കീഴിൽ എൻ.ഡി.എയുടെ ഭാഗമായി അണിനിരക്കുമെന്നും വിമതർ പ്രഖ്യാപിച്ചതോടെ ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു. മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെയും പാർലമെന്ററി പാർട്ടി ചീഫ് അഭിഷേക് ബാനർജിയുടെയും ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളിൽ കടുത്ത അതൃപ്തിയിലായിരുന്നു പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ. ഈ അതൃപ്തിയാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നീക്കമായി മാറിയത്. ഈ പിളർപ്പ് നിയമവിരുദ്ധമാണെന്ന് കാണിച്ച് തൃണമൂൽ നേതാക്കളായിട്ടുള്ള സാഗരിക ഘോഷും കീർത്തി ആസാദും ഒക്കെ സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ടെങ്കിലും കൂറുമാറ്റ നിരോധന നിയമത്തിലെ കൃത്യമായിട്ടുള്ള പഴുതുകൾ ഉപയോഗിച്ചാണ് വിമതർ നീങ്ങിയത്. തൃണമൂൽ ഈ നീക്കത്തെ വഞ്ചന എന്ന് വിളിക്കുമ്പോഴും നിയമപരമായി തങ്ങളുടെ ഭാഗം സുരക്ഷിതമാക്കാൻ വിമതർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയ സമവാക്യം നമ്മൾ പരിശോധിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നയങ്ങളിലുള്ള വിശ്വാസമാണ് പ്രാദേശിക നേതാക്കളെ പോലും ദേശീയ ധാരയിലേക്ക് ആകർഷിക്കുന്നത്. 10ാം ഷെഡ്യൂൾ പ്രകാരം 3-2 ഭൂരിപക്ഷത്തോടെ മറ്റൊരു പാർട്ടിയിലേക്ക് ലയിച്ചതിനാൽ സ്പീക്കർ ഓം ബിർളയ്ക്ക് ഈ ലയനം പ്രാഥമികമായി അംഗീകരിക്കേണ്ടി വരും. ഇതോടെ ഈ വർഷത്തെ മൺസൂൺ സമ്മേളനത്തിന് തൊട്ടു മുൻപ് ബി.ജെ.പിക്കും എൻ.ഡി.എക്കും ലോക്സഭയിൽ വലിയൊരു മേധാവിത്വം ലഭിക്കുകയാണ്. ചന്ദ്രബാബു നായിഡുവിന്റെയോ നിതീഷ് കുമാറിന്റെയോ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം നിലയിൽ ഭൂരിപക്ഷം ഉറപ്പിച്ചു നിർത്താൻ ഈ 20 എംപിമാരുടെ പിന്തുണ ബി.ജെ.പിയെ സഹായിക്കും. പ്രാദേശികമായ കുടുംബ രാഷ്ട്രീയത്തിന് മുകളിൽ ദേശീയ വികസനത്തിന്റെ രാഷ്ട്രീയം വിജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മമതാ ബാനർജിയുടെ നേതൃത്വത്തിന് ദേശീയ തലത്തിൽ ഏറ്റ ഈ വലിയ തിരിച്ചടി പ്രതിപക്ഷ കൂട്ടായ്മയുടെ തകർച്ചയ്ക്ക് വേഗം കൂട്ടും. നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ രാജ്യം കൂടുതൽ സുരക്ഷിതവും സ്ഥിരതയുള്ളതുമായിട്ടുള്ള ഒരു ഭരണത്തിലേക്ക് മുന്നേറുമെന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ്. മലയാളം.